എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നൊരു റീസ്റ്റോറേഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസമായി ഇപ്പോൾ നമ്മുടെ കയ്യിൽ റീസ്റ്റോറേഷന് വേണ്ടിയിട്ട് കിട്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മാസം ലാഗ് ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയാണല്ലോ. അപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വർക്കുകളാണ് ഇപ്പോൾ റീസ്റ്റോറേഷൻ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പെയിൻറ്റിങ് കുറച്ച് ലാഗ് വരുന്നുണ്ട്, എന്നാൽ കൂടി പെയിൻറ്റിങ് അടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു മാസത്തെ ഗ്യാപ്പ് വന്നത്. ചെറിയ വർക്കായിരുന്നു. ചെറിയ വർക്ക് എന്ന് പറയുമ്പോൾ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യുക, അതേപോലെ തന്നെ മാറേണ്ട പാർട്സുകൾ റീസ്റ്റോറേഷനിൽ മാറേണ്ട പാർട്സുകൾ മാത്രം മാറിക്കൊടുക്കുക എന്നുള്ള റീസ്റ്റോറേഷൻ, ഒരു ഹാഫ് റീസ്റ്റോറേഷനാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ കൂടി നല്ല രീതിയിൽ വൃത്തിയുണ്ട്. അതുപോലെ തന്നെ പെയിൻറ്റിങ് ആയാലും നമ്മുടെ പാർട്സുകൾ മാറിയതായാലും ഒരു ഫുൾ റീസ്റ്റോറേഷൻ കഴിഞ്ഞതിൻ്റെ ആ ഒരു ക്വാളിറ്റി തന്നെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. 100 ആണ് വണ്ടി. അതേപോലെ തന്നെ 100ൻ്റെ പവർ തോന്നിക്കാത്ത ഒരു 135ൻ്റെ പവറുള്ള 100 വണ്ടി. എനിക്ക് തോന്നുന്നു 135ലേക്ക് ക്ലച്ച് ഹൗസിങ്ങും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ലാഗൊന്നും ഇല്ലാതെ വലിയൊമ്മിയൊന്നും ഇല്ലാതെ 100ൻ്റെ ഒരു ചെറിയ വലിയൊമ്മി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല പവറുള്ളൊരു വണ്ടിയുടെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ് അപ്പോൾ ഇതാ നമ്മുടെ മുന്നിലിതാ റിവീലിങ്ങിന് വേണ്ടിയിട്ട് വണ്ടി സെറ്റായി നിൽക്കുന്നുണ്ട്. ചെറിയൊരു വാഷിങ് കൂടെ ഉണ്ട്, ടയറും കൂടെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. റിവീൽ ചെയ്യാം, എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. റെഡി, 1 2. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗാരേജിൽ നിന്ന് ലേറ്റസ്റ്റ് റീസ്റ്റോറേഷൻ കഴിഞ്ഞിട്ടുള്ള യമഹ RX 100 വണ്ടി. നല്ല മാരക പവറുള്ള വണ്ടിയാണ് കേട്ടോ. ക്ലച്ച് ഹൗസിങ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം. നമുക്ക് ചെക്ക് ചെയ്യാതെ പറയാൻ പറ്റില്ല. പക്ഷേ ഒരു 135ൻ്റെ പവറുള്ള നല്ല സ്മൂത്തുള്ളൊരു വണ്ടി കേട്ടോ. അപ്പോൾ റീസ്റ്റോറേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് പാർട്സുകളാണ് നമ്മൾ മാറിയിട്ടുള്ളത്. നിങ്ങൾ ടോട്ടലി കാണുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫുൾ റീസ്റ്റോറേഷൻ കഴിഞ്ഞ പോലെ ഉണ്ടോ, അതൊരു ഹാഫ് റീസ്റ്റോറേഷൻ തന്നെയാണ് തോന്നിക്കുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഗ്രാഫിക്സും എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഗ്രാഫിക്സിൽ വേറെ ടൈപ്പിൽ വാഹനങ്ങളുണ്ട്, പക്ഷേ ഈ ഒരു കളറിൽ ഈ ഒരു ഗ്രാഫിക്സ് ചെയ്തിട്ടുള്ള വാഹനം ഇത് തന്നെ ആയിരിക്കും. ഇനി ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എൻജിന് ബ്ലാക്കാണ് അടിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ നെറ്റ് ബോൾട്ട് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ മാറിയിട്ടുണ്ട്. കിക്കറടക്കം മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് സ്പെയറുകൾ മാറി, കുറച്ച് സ്പെയറുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന സ്പെയറുകൾ അതുപോലെ തന്നെ നിലനിർത്തിയിട്ട്. അപ്പോൾ നിങ്ങൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്തും നിങ്ങൾ കൊണ്ടുവരുന്ന സമയത്തും നിങ്ങൾക്ക് ഇങ്ങനെയാണ് റീസ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ ചെയ്തുതരും. അതല്ല ഫുൾ റീസ്റ്റോറേഷൻ ഒരു ഷോറൂമിൽ നിന്ന് വണ്ടി എങ്ങനെയാണോ ഇറങ്ങുന്നത് അതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ ഒരു ടോട്ടൽ ലുക്ക്. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കംപ്ലീറ്റ് ഒന്ന് കാണിച്ചു തരാം. പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഫിനിഷിങ്ങിലാണ് നമ്മൾ ഈ ഒരു മഴക്കാലമായിട്ടും കൂടി നമ്മൾ ഈ ഒരു ഫിനിഷിങ്ങിൽ തന്നെയാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ. എനിക്ക് തോന്നുന്നു മഴക്കാലം ആയതുകൊണ്ടാണ് പെയിൻറ്റിങ്ങിന് കുറച്ച് ലാഗ് വന്നത്. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പെയിൻറ്റിങ് ക്ലിയർ ആവാറുണ്ട്. പിന്നെ സ്റ്റിക്കർ വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് ഡിലേ വരും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഒരു മാസത്തെ ഗ്യാപ്പ് വന്നത് കേട്ടോ. ഫ്രണ്ടേജ് ലുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. KL 10 വരുന്ന വണ്ടിയാണ്, മലപ്പുറം വണ്ടിയാണ്. ഒറിജിനൽ കേരള തന്നെയാണ് കേട്ടോ വണ്ടി. ഫ്രണ്ടിൽ മോട്ടോഡിയാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിൽ SGV ഇട്ടിട്ട് മോട്ടോഡി ഇട്ട വണ്ടി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഫ്രണ്ടേജ് ലുക്കിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ടേജിൽ നിങ്ങൾക്കിത് സ്റ്റോക്ക് കണ്ടീഷനാണ്. സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് മോഡിഫിക്കേഷൻ ആയാലും നമ്മളിപ്പോൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ എല്ലാവരും അധികം ആളുകളും ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു നോർമൽ ഹെഡ് ലാമ്പായിരുന്നു ഉണ്ടായിരുന്നത്. RX 100 വരുന്ന നോർമൽ ഹെഡ് ലാമ്പായിരുന്നു ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ XL സൂപ്പർ, ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നതാണ് ഈ ഒരു ഹെഡ് ലാമ്പ് ഏതിൻ്റെ ആണെന്നുള്ളത്. XL സൂപ്പർ അല്ലെങ്കിൽ ലൂണ എന്ന് പറയുന്ന പഴയ ലൂണ എന്ന് പറയുന്ന ആ ബൈക്കിൻ്റെ അതിൽ വരുന്ന ഹെഡ് ലാമ്പാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു എറൗണ്ട് ബൾബ് അടക്കം ഒരു 500 രൂപേൻ്റെ ഉള്ളിൽ ഇതിന് വരും, കോസ്റ്റ് വരും. നല്ല ക്വാളിറ്റി ഉള്ളത് കേട്ടോ. പല കമ്പനികളുണ്ട്, ക്വാളിറ്റി കുറവുള്ളതുണ്ട്, ക്വാളിറ്റി കൂടിയതുണ്ട്. XL സൂപ്പറിൻ്റെ ഹെഡ് ലാമ്പാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. RX 100ൻ്റെ തന്നെ RX-ന് വരുന്ന അതേ ടൈപ്പ് തന്നെ ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കാണാം. താഴേക്ക് വന്നാൽ മോണോഗ്രാം കാണാം. അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റ്, പഞ്ചിങ് നമ്പർ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് വണ്ടി. അതുകൊണ്ട് തന്നെ 2.5 ആണ് തോന്നുന്നു ഹൈറ്റ് കൂട്ടിയത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫോർക്ക് ബൂട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറുകാട് കാര്യങ്ങളൊക്കെ പഴയ മറുകാട് തന്നെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം കയറ്റിയതാട്ടോ. താഴേക്ക് വരാം. ഡിസ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക് പൾസറിൻ്റെ ഡിസ്ക്കാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 18 ഇഞ്ച് വീലും
അതിനനുസരിച്ചുള്ള 18 ഇഞ്ച് മോട്ടോഡി ടയറും സെറ്റാക്കിയിട്ടുണ്ട്. നേരെ മുകളിലേക്ക് വരാം. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ബാറിലെ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ RS കിങ്ങിൻ്റെ മീറ്റർ ക്ലസ്റ്ററാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. RS കെൻ്റെ മീറ്റർ ക്ലസ്റ്ററാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിൽ മീറ്റർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഫ്യൂലോമീറ്റർ വർക്കിംഗ് ആവില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു പൾസറിൻ്റെ ഒക്കെ പഴയ മോഡൽ പൾസറിൻ്റെ ഒക്കെ ഗേജ് വെച്ചിട്ട് വെൽഡ് ചെയ്തിട്ട് സെറ്റാക്കാനായിട്ട് പറ്റും. നമ്മുടെ വണ്ടിയിൽ നമ്മൾ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. RPM വർക്കിംഗ് അല്ല, സ്പീഡോമീറ്റർ വർക്കിംഗ് ആണ്. RPM വർക്കിംഗ് അല്ല, ഫ്യൂൽ ഗേജ് വർക്കിംഗ് അല്ല, സ്പീഡോമീറ്റർ മാത്രം വർക്കിംഗ് ആണ്. ഇലക്ട്രിക് പാർട്സ് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സെൻട്രലായിട്ടൊരു യമഹാൻ്റെ ഒരു ബാഡ്ജിങ് കാണാം, ജപ്പാൻ എഴുതിയ. ഇതിൻ്റെ പുതിയ മോഡലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ വരാം, സ്പെയറിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിലിടാം. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 100ൻ്റെ സ്വിച്ച് നിങ്ങൾക്ക് കാണാം. ക്ലച്ച് കേബിൾ കാര്യങ്ങൾ, ലിവർ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡൊമിനോ ത്രോട്ടിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഹൈറ്റ് കൂട്ടിയ 140 സീമ ബെൻഡാക്കി വളച്ചിട്ട് നമ്മൾ ഈ ഒരു വാഹനത്തിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഡൊമിനോ ത്രോട്ടിലും അത്യാവശ്യം പവറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്വിക്ക് റെസ്പോൺസ് കിട്ടുന്ന രീതിയിലാണ് ഡൊമിനോ ത്രോട്ടിൽ സെറ്റാക്കിയിട്ടുള്ളത്. പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്വിക്ക് ത്രോട്ടിൽ പല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ക്വിക്ക് റെസ്പോൺസ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഈ ഒരു ലെവലിൽ കൊടുക്കുമ്പോൾ തന്നെ 40-50 പോകണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് സെറ്റാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാം. ടാങ്കിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ ഇതൊക്കെ പഴയത് തന്നെ കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കിയ ശേഷം നേരിട്ട് കയറ്റിയതാണ്. മെയിനായിട്ട് ഈ ഒരു വാഹനത്തിൽ പെയിൻറ്റിംഗ് ആണ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. ഫുള്ള് കംപ്ലീറ്റ് ഊരിയിട്ട് ചെയ്സ് അടക്കം പഴയ പെയിൻറ്റ് റിമൂവ് ചെയ്തിട്ട് പുതിയ പ്രൈമർ കോട്ടും നല്ല ക്വാളിറ്റിയുള്ള പെയിൻറ്റാണ് ഈ ഒരു വാഹനത്തിൽ നമ്മൾ അടിച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാ വാഹനങ്ങളിലും പഴയ പെയിൻറ്റ് റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വാഹനങ്ങളിൽ പെയിൻറ്റ് അടിക്കുക. നേരെ നമുക്ക് ടാങ്കിൻ്റെ സെക്ഷനിലേക്ക് വരാം. ടാങ്കിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രാഫിക്സ് എങ്ങനെയുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗ്രാഫിക്സ് ഒരു ഗ്രീന് മാച്ച് ആവുന്ന രീതിയിലുള്ളൊരു ഗോൾഡും ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫിക്സാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. വീഡിയോൻ്റെ ഫസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ കുറേ ആളുകൾ ഈ ഒരു മോഡലിൽ ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടൈപ്പിൽ, ഈ ഒരു കളറിൽ, ഈ ഒരു പാറ്റേണിൽ ഗ്രാഫിക്സ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഓക്കെ, താഴേക്ക് വന്നാൽ RX 135 ഒരു ബാഡ്ജിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതേപോലെ തന്നെ സൈഡ് കയറിൻ്റെ മോണോഗ്രാം കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ മാറ്റി വിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കാർബേറ്ററിൻ്റെ ക്ലാമ്പ് നിങ്ങൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വൃത്തി വേണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ മോണോഗ്രാം മാറാം, മോണോഗ്രാം മാറുക. അതേപോലെ തന്നെ ബാഡ്ജിങ് മാറി കൊടുക്കുക. അതേപോലെ ഇവിടെ ഒരു ക്ലാമ്പ് ഇവിടെ വരും, ഇതിൻ്റെ ഉള്ളിലൊരു ക്ലാമ്പ് വരും. അതേപോലെ തന്നെ ഇവിടെ അപ്പുറത്ത് ഒരു ക്ലാമ്പ് വരും. ആ 3 ക്ലാമ്പും മാറി കൊടുക്കുക. പിന്നെ കാർബേറ്ററിൻ്റെ ഹോസ് പൈപ്പുകളും കാര്യങ്ങളും മാറി കൊടുക്കുക. ഇവിടുത്തെ പൈപ്പ് മാറുക. നമ്മുടെ ഓയിൽ പമ്പിലേക്ക് വരുന്ന പൈപ്പ് മാറി കൊടുക്കുക. പ്ലഗിൻ്റെ ഇത് മാറിയിട്ടില്ല, അഡാപ്റ്റർ മാറിയിട്ടില്ല. ഈ വാഹനത്തിൽ അഡാപ്റ്റർ മാറി കൊടുക്കുക. പറ്റുവാണെന്നുണ്ടെങ്കിൽ ക്രാഷ് കാർഡ് പുതിയതിട്ട് കൊടുക്കുക. ക്രാഷ് കാർഡ് ഒട്ടുമിക്ക വാഹനങ്ങളിലും പഴയതാവാറുണ്ട്. ഈ ഒരു വാഹനത്തിലും ക്രാഷ് കാർഡ് മാറിയിട്ടില്ല. അത്യാവശ്യം വൃത്തി ഉണ്ടായതുകൊണ്ട് തന്നെ അത് തന്നെ വെച്ചാട്ടോ. അതേപോലെ തന്നെ എനിക്കൊരു ഡീഫാൾട്ടായിട്ട് തോന്നിയത് കസ്റ്റമറോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു സൈലൻസറിൻ്റെ കാര്യമാണ്. സൈലൻസർ ഒന്ന് നിക്കിൾ ചെയ്യാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഒരു പൂർണ്ണ റീസ്റ്റോറേഷനിലേക്ക് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്ത പോലെ ഒരു ലുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമർ എങ്ങനെയാണോ റിക്വസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ റീസ്റ്റോർ ചെയ്യുക. അവരുടെ ഫണ്ടിനനുസരിച്ചാണ് റീസ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇത് ഇവിടെ ചെറിയ ഇത്രയും നമ്മൾ റീസ്റ്റോർ ചെയ്തല്ല. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഇതായി തോന്നും, ചെറിയൊരു ഫാൾട്ടായിട്ട് തോന്നും. അപ്പോൾ സൈലൻസറും കാര്യങ്ങളൊന്ന് നിക്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വൃത്തി ഈ ഒരു പോർഷൻ കാണാനായിട്ട് പറ്റും. ടൂൾ ബോക്സ് കാര്യങ്ങളൊക്കെ പെയിൻ്റ് അടിച്ച് അത് തന്നെ കയറ്റിയതാണ്. അതേപോലെ തന്നെ ഫൂട്ട് റെസ്റ്റ് മാറിയിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും. ഫ്രണ്ടത്തെ ഫൂട്ട് റെസ്റ്റ് റബ്ബറും മാറിയിട്ടുണ്ട്. ബ്രേക്ക് പെഡലും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്ത് കയറ്റിയതാണ്. അതേപോലെ തന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷോക്കപ്പും കാര്യങ്ങളൊക്കെ പുതിയതാക്കിയിട്ടുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കാരിയർ കാര്യങ്ങളൊന്നും മാറിയതല്ല കേട്ടോ. കാരിയർ കാര്യങ്ങളൊക്കെ ആ ഒരു വണ്ടിയിലുള്ള കാരിയർ തന്നെ അത്യാവശ്യം വൃത്തി ഉണ്ടായതുകൊണ്ട് തന്നെ അത് തന്നെ നിലനിർത്തി. ബാക്കത്തെ മറുകാട് മാറിയിട്ടില്ല. ബാക്കത്തെ മറുകാട് അത് തന്നെ ഇട്ടിട്ട് ഫ്ലാപ്പ് കാര്യങ്ങൾ മാറി കൊടുത്തതാണ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് SDVയിൽ കാണാം. SDVയിൽ മന്ദബിൻ്റെ SDVയിൽ കെട്ടി പുതിയ സ്പോക്ക് വെച്ച് കെട്ടിയിട്ട് മോട്ടോടി ഇതിലുണ്ടായിരുന്ന പഴയ മോട്ടോടി തന്നെ ഇട്ടാട്ടോ. ഇതിൽ പഴയ മോട്ടോടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ മോട്ടോടി തന്നെ വെച്ചിട്ട് വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ സീറ്റ് കട്ട് സീറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സീറ്റ് ഇതിൽ 2 ടൈപ്പ് സീറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സീറ്റ് കുറഞ്ഞ വിലക്ക് കിട്ടുന്നൊരു സീറ്റാട്ടോ. ഇതിൻ്റെ തന്നെ ഫോം മാറ്റി വരുന്ന നല്ല അടിപൊളി ഹൈ ക്വാളിറ്റിയുള്ള സാധനമുണ്ട്. നമ്മുടെ വണ്ടിയിൽ കിടക്കുന്ന സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതിൻ്റെ ആ ഒരു ടൈപ്പിൽ വരുന്ന നല്ല ഷേപ്പ് വരുന്ന ഒറിജിനൽ സീറ്റാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് അത്യാവശ്യം നല്ല കോസ്റ്റ് വരും കേട്ടോ. നല്ല കോസ്റ്റുള്ള സീറ്റാണ്. കംഫർട്ടുമാണ്, നല്ല പുഷിങ്ങും കാര്യങ്ങളും കിട്ടും. ലോങ് റൈഡിന് പറ്റിയ സീറ്റാണ് കട്ട് സീറ്റ്, ഈ സീറ്റ്. അപ്പോൾ ഇതിൽ 2 ടൈപ്പ് ഉണ്ട്. ഇത് ഒറിജിനൽ സാധനമാണ്. ഇത് അതിൻ്റെ ഒരു നോർമൽ ഫോമിൽ വരുന്ന
ഒരു സാധനമാണ്. ആ രണ്ട് ഷേപ്പ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിൻ്റെ ഷേപ്പും ഈ നമ്മളിപ്പോൾ കാണിച്ചതിൻ്റെ ഷേപ്പും നല്ല രീതിയിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലേക്ക് വരാം. ഈ സൈഡിൽ പറയാൻ കാര്യങ്ങളൊന്നും നമ്മളിതിൽ മാറ്റങ്ങൾ വരുത്തിയില്ല. മെയിനായിട്ട് പെയിൻറ്റിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സൈഡിലെ വ്യൂ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഈ ഒരു പാഡിൽ നമ്മൾ മാറിയിട്ടില്ല, ഗിയർ ലിവർ മാറിയിട്ടില്ല. അതുപോലെ തന്നെ ഫൂട്രസ് കാര്യങ്ങൾ, സൈഡ് സ്റ്റാൻഡ്, സെൻറ്റർ സ്റ്റാൻഡ് ഇതെല്ലാം മാറി വിട്ടിട്ടുണ്ട്. അത്യാവശ്യം മാറ്റേണ്ട പാർട്സുകൾ മാത്രം മാറിയിട്ട് ഒരു നോർമൽ വൃത്തി തോന്നിക്കുന്ന രീതിയിൽ, എന്നാൽ ടാങ്കും സൈഡോറും നല്ല വൃത്തിക്കും ചെയ്തിട്ടുള്ള, എഞ്ചിനടക്കം വൃത്തിക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെൻട്രൽ കേസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ബഫ് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും പെയിൻ്റ് അടിച്ച് വൃത്തികേടാക്കരുത് കേട്ടോ. കുറേ ആളുകൾ കണ്ടിട്ടുണ്ട് പെയിൻറ്റിങ്ങിന് എടുക്കുന്ന സമയത്ത് സെൻട്രൽ കേസ്, ഇവിടുത്തെ 2 ക്ലച്ച് കേസും അതേപോലെ തന്നെ മാഗ്നറ്റ് കേസും കാണാം. ഇതൊക്കെ ഫുള്ള് പ്രൈമർ അടിച്ച് പൊട്ടിയിട്ട് നിർത്തിയിട്ട് പെയിൻ്റ് അടിക്കുന്നത് ഒരു കാര്യമില്ല, അത് മൊത്തം പൊളിഞ്ഞു പോരും. അതേപോലെ തന്നെ RX-ൽ മെയിനായിട്ട് ഓവർഫ്ലോ വരാറുണ്ട്. ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ ഈ പെയിൻറ്റിങ്, ഈ ഓയിലും പെട്രോളും ഉള്ള മിക്സിങ്ങുള്ള പെട്രോൾ ആയതുകൊണ്ട്, ഓയിൽ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ തുറ്റി കഴിഞ്ഞാൽ എന്തായാലും അത് ചൂടാവുമ്പോൾ പൊളിഞ്ഞു പോരും. നിങ്ങൾ എത്ര തുടച്ച് കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു പോരും ലീക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല, ബഫ് ചെയ്ത് വിടുക, അതാവും ഏറ്റവും ബെറ്റർ. കമ്പനി ഇറക്കുന്ന സമയത്തും ബഫ് ചെയ്തിട്ടാണ് 2 സൈഡും, മാഗ്നറ്റ് സൈഡും ക്ലച്ച് സൈഡും അതേപോലെ തന്നെ സിലിണ്ടർ കേസും ഹെഡും, സിലിണ്ടർ കിറ്റും ഹെഡും ഒക്കെ പെയിൻ്റ് അടിച്ചിട്ടാണ് വിടാറുള്ളത്. ഇതിപ്പോൾ ഇതിൽ സിലിണ്ടറിൻ്റെ ബുഷ് മിസ്സിങ് ആണ്, ബുഷ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാണ്ട്. അപ്പോൾ നിങ്ങൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫണ്ട് എത്രയാണോ എന്നുള്ളത് നോക്കുക. മെയിനായിട്ട് നിങ്ങളുടെ ഫണ്ട് നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഫണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന റേറ്റ്, നമ്മൾ സ്പെയർ എടുത്തിട്ട് റേറ്റ് പറയാറുണ്ട്. ആ റേറ്റിന് വണ്ടി എങ്ങനെ ഉണ്ടാവുന്നുള്ള ഫോട്ടോസ് നമ്മൾ അയച്ചിരും. എങ്ങനെയാണ് ഒരു ഷോറൂമിൽ നിന്ന് എങ്ങനെ വണ്ടി എടുക്കുന്നത് ആ ഒരു കണ്ടീഷനിലൊക്കെ നമ്മൾ വണ്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ അത്രയും ബഡ്ജറ്റിലായിരിക്കും നമ്മളത് ചെയ്യുക. അതിൻ്റേതായ വൃത്തിയും ക്വാളിറ്റി ആ വണ്ടി ഉണ്ടാവും. പിന്നെ ഒരു 2 വർഷത്തിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ 2, 3, 4, 5 വർഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വണ്ടി റീസ്റ്റോറേഷൻ നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നോർമൽ റീസ്റ്റോറേഷനാണ്. കുറഞ്ഞ ബഡ്ജറ്റിൽ പെയിൻറ്റിങ് കാര്യങ്ങൾ വൃത്തി ചെയ്തിട്ട് ആവശ്യമുള്ള പാർട്സുകൾ മാത്രം മാറ്റിയിട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് പാർട്സുകൾ ഇനിയും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയും ഈ വണ്ടിയിൽ കുറച്ചുകൂടെ പാർട്സുകൾ മാറിയാൽ ഒന്നുകൂടെ നല്ല രീതിയിൽ വൃത്തി കിട്ടും. വണ്ടി കാണുമ്പോൾ ആളുകൾ ഓക്കെ വണ്ടി ഒരു ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ പോലെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ കിട്ടും. ഇപ്പോൾ സൈലൻസറിൻ്റെ കാര്യം പറഞ്ഞു, സൈലൻസർ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബഫ് ചെയ്യുക അല്ലെങ്കിൽ നിക്കിൾ ചെയ്യുക എന്നെങ്കിൽ ഒന്നുകൂടെ വൃത്തി ഉണ്ടാവും. അതേപോലെ തന്നെ കരിയർ കാര്യങ്ങൾ ഇതൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് റീസ്റ്റോറേഷൻ ചെയ്യുന്ന ആളുകളോട് പറയാനുള്ള ഒരു കാര്യം, ചെയ്യുന്ന സമയത്ത് നിക്ലിംഗ് പാർട്സുകളുണ്ടല്ലോ അത് മാക്സിമം നിങ്ങൾ ഒന്നെങ്കിൽ മാറി വിടുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നിക്കിൾ ചെയ്യാൻ കൊടുക്കുക. രണ്ടാലൊന്ന് ചെയ്യുക. മറ്റേതെന്താ പറയുക, നിങ്ങൾ ഇത് വാഷ് ചെയ്ത് വൃത്തിയാക്കിയാൽ പിന്നെയും നിങ്ങൾ പെയിൻ്റ് അടിച്ചതിൻ്റെ ശേഷം ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഇത് വീഡിയോയിൽ എത്രത്തോളം നല്ല രീതിയിൽ ക്വാളിറ്റി ഉണ്ട് കാണുന്നുണ്ട് എന്ന് തോന്നുന്നു. എങ്ങനെയുണ്ടെന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട നിക്ലിംഗ് പാർട്സുകൾ, ഇത് RX-100 ആയാലും 135 ആയാലും എല്ലാ പാർട്സുകളും 90% പാർട്സും നിക്ലിംഗ് പാർട്സാണ് ഈ ഒരു വാഹനത്തിൽ വരിക. അപ്പോൾ അത് തുരുമ്പ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. മഴക്കാലമാണ്, മഴക്കാലത്ത് മെയിനായിട്ട് നിങ്ങൾ തുടക്കാതൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വെള്ളം നിർത്തിയിട്ട് ചളി നിർത്തിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തുരുമ്പ് കയറും. RX-ന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ബൈക്കൊക്കെ ഇവിടെ ഉള്ളിൽ കിടക്കുന്നത് കേട്ടോ, മഴക്കാലമായിട്ട് ഇറക്കാത്തത്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, ഇതിനെക്കുറിച്ച് പറയാൻ എന്ന് തോന്നി. 100ൻ്റെ പവറിനേക്കാൾ കുറച്ചുകൂടെ പവറുണ്ട്. 135ൻ്റെ ആ റേഞ്ചിൽ വരുന്ന പവറുള്ള വണ്ടി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു മാസമായി. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു മാസമായി റീസ്റ്റോറേഷൻ കിട്ടിയിട്ട്. നിങ്ങൾ വണ്ടി റീസ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതായത് മാക്സ് 100, സാമുറായി, ഷോഗൻ, ഷാവോലിൻ, സ്പ്ലെൻഡർ, അതേപോലെ RX-100, 135 Z, ഈ ഒരു വണ്ടികളൊക്കെ നമ്മൾ റീസ്റ്റോർ ചെയ്യും. അതല്ലാതെ പെയിൻറ്റിങ് എല്ലാ വണ്ടികളും, എല്ലാ ബൈക്കുകളും, കാറല്ലാത്ത എല്ലാ ബൈക്കുകളും എടുക്കും. അപ്പോൾ നിങ്ങൾ റീസ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. 1, 2 തവണ വിളിച്ചിട്ടില്ലെങ്കിൽ കൂടുതൽ തവണ വിളിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എടുക്കും. അല്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ചിട്ട് നമ്മൾ എൻക്വയറി ചെയ്യാറുണ്ട്. ആവശ്യത്തിന് വിളിക്കുക. വെറുതെ വിളിച്ചിട്ട് വെറുതെ സംശയങ്ങൾ ചോദിക്കാനായിട്ട് വിളിക്കുന്ന ആളുകളുണ്ട്, കുറ്റം പറയല്ല. അങ്ങനെ വിളിക്കാതിരിക്കും. കുറേ ഒരു 400 കോളെങ്കിലും ഡെയിലി വരുന്നുണ്ട്. ഇപ്പോൾ റീസ്റ്റോറേഷൻ ആയാലും സ്പെയറിനായാലും വണ്ടികൾ വിൽക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ പരിപാടിയും ഉണ്ടായതുകൊണ്ട് അതിൻ്റെയൊക്കെ കൂടെ കൂട്ടിയിട്ട് 400 കോൾ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ മാനേജ് ചെയ്യണമെങ്കിൽ കുറച്ച് അടങ്ങേറ് തന്നെയാണ്. നിങ്ങൾ അനുഭവിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ വിളിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, Instagram ID കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോഴത്തെ വീഡിയോ ഇടാം. ബൈ.